തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ താൻ കോൺഗ്രസിൽ വന്നാലും തനിക്ക് ടിക്കറ്റൊന്നും വേണ്ട, എന്നാൽ തൻ്റെ സഹോദരനായ കെ മുരളീധരന് തൃശ്ശൂർ സീറ്റ് തന്നെ നൽകണം, അദ്ദേഹം അവിടെ തന്നെ മത്സരിച്ച് വിജയിക്കുന്നത് എനിക്ക് കാണണം എന്ന ആഗ്രഹമാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് കെ മുരളീധരനെ ചതിക്കുകയാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ തൃശ്ശൂരിൽ ചെയ്തതെന്നും അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ പ്രചരണ സമയത്ത് ഉണ്ടായിരുന്ന നേതാക്കളിൽ പലരും തന്നെ കാലുവാരാൻ, തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 2 തവണ മത്സരിച്ചപ്പോഴും തന്നെ കാലുവാരാൻ നിന്നവരാണ് എന്നും പ്രിയങ്ക ഗാന്ധിയെ കാണാനും അവരോടൊപ്പം തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യാനും തൻ്റെ കയ്യിൽ നിന്നും 25 ലക്ഷത്തിലേറെ രൂപ വാങ്ങിച്ചതാണ് ഇതിൽ ഒരു നേതാവെന്നും ഒരിക്കൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിഗമനം പത്മജ എടുക്കുകയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പത്മജ BJPയിലേക്ക് പോയി തിരികെ കോൺഗ്രസിലേക്ക് വന്നാലും അവരെ സ്വീകരിക്കും. പാർട്ടിക്ക് ഏറ്റവും പ്രാധാന്യമെന്നത് നേതാക്കൾ തിരിച്ചു വരുന്നത് തന്നെയാണ്. അത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്നാൽ സീറ്റ് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ്. എന്നാൽ പത്മജ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ തൻ്റെ സഹോദരൻ ജയിക്കേണ്ടത് അനിവാര്യമാണ്. കാലുവാരിയവരെ മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 3ാമത് ആയത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് പത്മജ കൃത്യമായി പറഞ്ഞു. എന്നാൽ പത്മജ BJPയിൽ എന്തുകൊണ്ട് പോയി എന്ന വലിയ ചോദ്യം അവിടെ ഉണ്ട്. എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പേരിലാണ്? കോൺഗ്രസ് മതിയായ പ്രാധാന്യം അവർക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അവർ കൃത്യമായി താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർക്ക് വിജയിക്കാനുള്ള അവസരം അതിനുവേണ്ടി തന്നെയാണ് 2016 അവർ മത്സരിച്ച് തോറ്റിട്ടും 2021 അവർക്ക് സീറ്റ് കൊടുത്തത്. അതായത് VS സുനിൽകുമാറിനോട് 2016 പത്മജ വേണുഗോപാൽ 7000-ഓളം വോട്ടുകൾക്ക് മത്സരിച്ച് തോറ്റിട്ടും 2021 അവർക്ക് സീറ്റ് കൊടുത്തിട്ട് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. അവിടെയാണ് കരുനാഗപ്പള്ളിയിൽ CR മഹേഷിനെ പോലുള്ളവർ എടുത്ത എഫേർട്ട് കൃത്യമായി കോൺഗ്രസ് അഭിനന്ദിക്കുന്നതും അത് കെ മുരളീധരൻ ഒരു റോൾ മോഡലായി പറയുന്നത്. കെ മുരളീധരൻ കൃത്യമായി പറഞ്ഞു തനിക്ക് വട്ടിയൂർക്കാവിൽ പോകണമെന്നുണ്ട്. എന്നാൽ തൃശ്ശൂരിലെ കോൺഗ്രസ് ജനത കൃത്യമായി ആവശ്യപ്പെടുന്നു, അവിടെ മത്സരിച്ചാൽ അവിടെ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ്. നമുക്കറിയാം, മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ നിരവധി തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം. അവിടെയാണ് ഇപ്പോൾ CPI MLA ഉള്ളത്. അതായത് VS സുനിൽകുമാറും ഇപ്പോൾ ബാലചന്ദ്രനും ഒക്കെ CPIയുടെ ലേവലിൽ അവിടെ ജയിച്ചു പോകുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തിരികെ പിടിക്കണമെങ്കിൽ തലപ്പൊക്കമുള്ള ഒരാൾ വന്നേ മതിയാവുകയുള്ളൂ. ഇത് കൃത്യമായി മുന്നോട്ട് വെച്ചത് ജോസഫ് ടാജറ്റ് തന്നെയാണ്. അതായത് തൃശ്ശൂർ ജില്ലാ DCC അധ്യക്ഷൻ തന്നെയാണ്. എങ്ങനെയായിരിക്കും അവിടുത്തെ രാഷ്ട്രീയ കളി എന്നുള്ളതാണ് അവരും ചിന്തിക്കുന്നത്. VD സതീശൻ കൃത്യമായി പറയുന്നത് വളരെ വൈകാതെ സുനിൽകുമാർ കോൺഗ്രസിലേക്ക് എത്തും എന്നതാണ്. അങ്ങനെ വന്നാൽ സുനിൽകുമാറിനായിരിക്കുമോ സാധ്യത എന്നതും വലിയ വിഷയമാണ്. പത്മജയുടെ ആഗ്രഹം എന്തു തന്നെയായിരുന്നാലും ആദ്യം അവർ കോൺഗ്രസിലേക്ക് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്.